അൾട്ടിമേറ്റ് ലാസ്റ്റ് കാർഡ്, അവസാനത്തെ ആത്മീക ആയുധം. കർത്താവിൻ്റെ വിശുദ്ധ രക്തത്തിൻ്റെ മഹത്വം പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കർത്താവിൻ്റെ രക്തത്തിൻ്റെ മുമ്പിൽ ഒരു ശക്തിക്ക് നിൽക്കാനൊക്കത്തില്ല. സ്വർലോകത്തിലും ഭൂലോകത്തിലും അധോലോകത്തിലുമുള്ള സകല ശക്തികളും കാലും മടക്കുന്ന മുട്ടുമടക്കുന്നത് എൻ്റെ യേശുവിൻ്റെ രക്തത്തിൻ്റെ മുമ്പിൽ തന്നെയാണ്. അതാണ് നമ്മുടെ അൾട്ടിമേറ്റ് കാർഡ്. അൾട്ടിമേറ്റ് കാർഡ് എന്ന് പറയുമ്പം പിശാചിൻ്റെ ആയുധങ്ങൾക്ക് എല്ലാത്തിനും കൂടെ നമ്മൾ അവസാനം ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ശക്തമായ ആയുധമാണ് കുഞ്ഞാടിൻ്റെ രക്തം. അത് നമ്മൾ നോക്കുകയാണെങ്കിൽ പുറപ്പാടിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ദൈവജനതയെ ഫറോൻ്റെ അല്ലെ ഈജിപ്തിൽ കൊണ്ടുപോയി സ്ലേവ്സായിട്ട് അടിമകളായിട്ട് ജോലി ചെയ്യിപ്പിക്കുകയാണ്. അവർ ദൈവത്തെ മറന്നതിലാണ് അത് സംഭവിച്ചത്. അങ്ങനെ അവിടെ അവർ ഊഴിയ വേല ചെയ്ത് വളരെ ദുഃഖത്തോടെ കരയുമ്പോൾ ദൈവം അവരെ രക്ഷിക്കുവാൻ വേണ്ടി മോശ എന്ന് പറഞ്ഞൊരു പ്രവാചകനെ ഉയർത്തിയെടുത്തു. ആ മോശയോട് ദൈവം തമ്പുരാൻ കൽപ്പിച്ചതനുസരിച്ച് ഫറവോൻ്റെ മുമ്പിൽ ചെന്നിട്ട് 10 അതിശയങ്ങൾ നമ്മൾ ചെയ്യുന്നത് കാണാം. തൻ്റെ ജനതയെ വിടുവാൻ, ലെറ്റ് മൈ പീപ്പിൾ ഗോ ടു വർഷിപ്പ് ദ ലിവിങ് ഗോഡ്, ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി എൻ്റെ ജനതയെ വിടണമെന്ന് മോശയെ കൊണ്ട് പറയിപ്പിക്കുന്നു. ഫറവോൻ ചോദിക്കുന്നു, ഈ ദൈവം ആര്? ഫറവോൻ്റെ ദൈവം ആരെന്ന് മനസ്സിലാകുന്നില്ല. ഫറവോൻ്റെ ഹൃദയം കഠിനമാക്കുന്നതും ദൈവം തന്നെ. അങ്ങനെ ദൈവം തമ്പുരാൻ 10 അതിശയങ്ങൾ ചെയ്തു. 10ാമത്തെ അതിശയമാണ് സംഹാരദൂതനെ അയക്കുക. സംഹാരദൂതൻ എന്ന് പറഞ്ഞാൽ സംഹാരദൂതൻ മരണത്തിൻ്റെ ദൂതനാണ്. അവൻ വന്നാൽ ആദിജാതന്മാരെ എല്ലാവരെയും എടുത്ത് മാറ്റും. അങ്ങനെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആദിജാതനെ കൊല്ലുമെന്നുള്ള ഒരു സംഹാരദൂതൻ വരുമ്പോൾ അത് ഇടുന്നതിന് മുൻപേ ദൈവം മോശയോട് പറയുകയാണ്, നിങ്ങൾ ഓരോരുത്തരും ഓരോ കുടുംബത്തിലുള്ളവർ ഒരു കുഞ്ഞാടിനെ എടുത്തിട്ട് അറക്കണം. എന്നിട്ട് അതിൻ്റെ രക്തമെടുത്ത് കട്ടിലപ്പടിയിലും ഉമ്മരപ്പടിയിലും വെച്ച് കഴിഞ്ഞ് ചിഹ്നമിടുകയാണ്. അത് ചിഹ്നമിടുമ്പോൾ സംഹാരദൂതൻ കടന്നു വരുമ്പോൾ ആ സംഹാരദൂതൻ ആ വീടുകളിൽ കയറത്തില്ല. അങ്ങനെ തന്നെ സംഭവിച്ചു. സംഹാരദൂതൻ വരുമ്പോൾ മോശ ഇൻസ്ട്രക്റ്റ് ചെയ്തതനുസരിച്ച് കുഞ്ഞാടിൻ്റെ രക്തം പുരട്ടിയിരിക്കുന്ന എല്ലാ ഇസ്രായേൽ ജനതയിലും ഒരാപത്തും വരാതെ രക്ഷപ്പെട്ടു. എന്നാൽ ഫറവോൻ്റെ കൊട്ടാരം തൊട്ട് താഴെ വരെയുള്ളിടത്ത് മൃഗങ്ങൾ തൊട്ട് മനുഷ്യർ, ഫറവോൻ്റെ ആദിജാതൻ തൊട്ട് മൃഗങ്ങളുടെ കുഞ്ഞുങ്ങൾ പോലും ആദ്യത്തേത് ചത്തുപോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഫറവോൻ്റെ കൊട്ടാരത്തിലെ ഒരു വലിയ ബഹളവും അലർച്ചിലുമാണ് രാത്രി മുഴുവൻ കേൾക്കുന്നത്. ജനത മുഴുവനും കരയുകയാണ്. അപ്പോൾ ഫറവോൻ്റെ ഹൃദയം കഠിനത മാറി പെട്ടെന്ന് മൃദുവാകുകയാണ്. അപ്പോൾ ഫറവോൻ വിളിച്ച് മോശയോട് പറയാണ്, നിങ്ങളുടെ ജനതയും കൊണ്ട് നിങ്ങളുടെ ദൈവത്തെ വിളിക്കാൻ നിങ്ങൾ പൊക്കോളുക. അപ്പം അന്നത്തെ ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ രാജാവ് ഫറോ ആണ്. നമ്മളെ ഇന്നത്തെ അമേരിക്കൻ പ്രസിഡൻറ്റോ അല്ലെ ഇന്ത്യൻ പ്രസിഡൻറ്റോ അല്ലെ ബ്രിട്ടീഷ് കിങ്ങോ അല്ലെ അവരെ പോലൊന്നും അല്ല. ഇന്ന് നമുക്ക് നമ്മുടെ പ്രധാനികളെ ആരെ വേണമെങ്കിലും റോഡിൽ നിന്ന് വേണ്ടാത്തത് വിളിച്ച് പറയാം. അന്നത്തെ കാലത്ത് അവരുടെ തല പൊക്കത്തില്ലായിരുന്നു. ഫറവോൻ രഥത്തിൽ പോകുമ്പം ഒറ്റ ജനത തല പൊക്കി നോക്കൂല, നോക്കിയാൽ അവരുടെ തല വെട്ടും. ഫറവോൻ ജോസഫിനോടൊരു ഭാഗത്ത് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ സ്ഥാനം കഴിഞ്ഞാൽ നിനക്കാണ് 2ാം സ്ഥാനം തരുന്നത്, എൻ്റെ രഥം പോലെ തന്നെയാണ് നിനക്ക് ഞാൻ രഥം തരുന്നത്. നീ യാത്ര ചെയ്യുമ്പോൾ ഒറ്റയൊരുത്തിരി തല പൊക്കത്തില്ല. തല പൊക്കി നോക്കാൻ അവർക്ക് അവകാശമില്ലായിരുന്നു അങ്ങനത്തെ കാലം. ആ ഫറവോൻ്റെ തല സംഹാരദൂതൻ വന്ന് ഫറവോൻ്റെ ആദ്യജാതൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഫറവോൻ്റെ തല താഴ്ന്നു. എവ്രി stubborn spirit has to bow down before God. ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു ശക്തിക്ക് നിൽക്കാനൊക്കത്തില്ല. ഫറവോൻ്റെ തല താഴ്ത്തിയ ദൈവം ഇന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഏത് ശത്രുവാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതെന്ന് വെച്ചാൽ അത് തല താഴ്ത്തിയൊക്കത്തുള്ളൂ. കാരണം ഞാൻ എൻ്റെ കഴിവും കൊണ്ടല്ല വന്ന് നിൽക്കുന്നത്, കുഞ്ഞാടിൻ്റെ രക്തം പിടിച്ചുകൊണ്ട് ഞാൻ നിൽക്കുമ്പോൾ എനിക്കുള്ള സ്ഥാനം വേറെയാണ്. അപ്പോൾ ദിസ് ബ്ലഡ് സ്പീക്സ് ബെറ്റർ ദാൻ ദ ബ്ലഡ് ഓഫ് ആബേൽ. നമ്മൾ നേരത്തെ പഠിച്ചാണ് എബ്രായ ലേഖനം 12:24. ആബേലിൻ്റെ രക്തത്തെക്കാൾ വിശുദ്ധമായിട്ടുള്ള ക്രിസ്തുവിൻ്റെ കുഞ്ഞാടിൻ്റെ വിശുദ്ധ രക്തത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ, ഈ പുണ്യാഹ രക്തത്തിന് മുൻപിലാണ് നമ്മൾ വന്ന് ഈ രക്തവും പിടിച്ചുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. ആ രക്തത്തിന് മറുവിലയായിട്ടൊന്നുമില്ല. അതാണ് എൻ്റെ ലാസ്റ്റ് ട്രംപ് കാർഡ്. അതാണ് എൻ്റെ അവസാനത്തെ ആയുധം. നമ്മൾ ഈ സർവായുധവർഗം പഠിക്കുന്നതാണ്. നമ്മൾ അരയ്ക്ക് സത്യം, നീതി കവചം, സമാധാന സുവിശേഷം, കാലിന് ചെരുപ്പ്, വിശ്വാസം, ദുഷ്ടനെതിരായിട്ടുള്ള തീയമ്പ്, രക്ഷ, ശിരസ്ത്രം, ദൈവവചനം, ആത്മാവിൻ്റെ വാള്, ആത്മാവിൻ്റെ വാള്, പ്രാർത്ഥന.
അപ്പം നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിൽ ഉറപ്പോടെ നമ്മൾ നിൽക്കുന്ന ഉടനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളോട് പറയുന്നത് കർത്താവിൻ്റെ സർവായുധവർഗം ധരിക്കുന്നതിൽ ഉപരിയായിട്ടൊരു ശക്തിയാണ് കർത്താവിൻ്റെ രക്തം പിടിച്ചുകൊണ്ട് നമ്മൾ നിൽക്കുന്നത്. കുഞ്ഞാടിൻ്റെ രക്തത്തിന് മുമ്പിൽ ഒരു ശക്തിക്ക് നിൽക്കാൻ അവകാശം ഇല്ല. ആ കുഞ്ഞാടിൻ്റെ രക്തം എൻ്റെയും നിങ്ങളുടെ മേലും മക്കളുടെ മേലും ഇപ്പോൾ ഭർത്താക്കന്മാരുടെ മേലും കർത്താവ് സ്പ്രിങ്കിൾ ചെയ്യുകയാണ്. ആ രക്തത്തിന് മുമ്പിൽ ആരാണ് നിൽക്കുന്നതെന്ന് ഒന്ന് കാണട്ടെ. ഫറവോൻ്റെ തല താഴ്ത്തിയ ദൈവം നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ഏത് സ്റ്റബേൺ സ്പിരിറ്റാണ്, ഏത് പ്രശ്നമാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്, അതിൻ്റെ മുമ്പിൽ കുഞ്ഞാടിൻ്റെ രക്തവും പിടിച്ചുകൊണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടി കർത്താവിൻ്റെ രക്തം കൊണ്ടാണ് ജസ്റ്റിഫിക്കേഷൻ, ഫ്രീഡം, ഡെലിവറൻസ് ആൻഡ് ഇറ്റേണിറ്റി വിത്ത് ഗോഡ്. അതായത് നമുക്ക് നീതീകരണം, സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ വിടുതൽ, അതുപോലെ നിത്യരക്ഷ, ഇതെല്ലാം കർത്താവിൻ്റെ രക്തം കൊണ്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ചെറിയ കാര്യമല്ല നമ്മൾ എടുക്കുന്ന ടോപ്പിക്ക്. നമുക്ക് രോഗത്തിൻ്റെ സൗഖ്യം കുഞ്ഞാടിൻ്റെ അടിപ്പിടലുകളാൽ. അപ്പച്ചൻ്റെ പുറത്ത് 39 അടി കൊണ്ടപ്പോൾ ആ രക്തം വാർന്നുകൊണ്ട് ദേശം മുഴുവനും പറഞ്ഞ് താഴെ വീഴുകയും അവിടുന്ന് രക്തം വാർന്നൊഴിക്കും. ആ ഒരു ഒറ്റ അടി കൊള്ളാൻ നമുക്ക് കഴിവില്ല. പക്ഷേ നമുക്കതിൻ്റെ താഴെ വന്ന് നിന്ന് കർത്താവേ നിൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം കിട്ടിയെന്ന് പറയാൻ എത്ര പേർക്ക് കഴിയും? എത്ര പേരത് വിളിച്ചു പറയും? നമ്മൾ എത്രയോ, ഇപ്പോൾ എൻ്റെ ഫാദറെ ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെ ഫാദറിന് അസുഖമായപ്പോൾ എൻ്റെ ബ്രദർ വെല്ലൂരിലെ ഡോക്ടറായിരുന്നു. അപ്പം വിളിച്ചുകൊണ്ട് പോയി. 1 മാസം കിടന്നിട്ട് എന്താ രോഗമെന്ന് അവർ കണ്ടുപിടിച്ചില്ല. ടെസ്റ്റ് ആഫ്റ്റർ ടെസ്റ്റ്. എല്ലാ അച്ചാച്ചൻ പോയ അച്ചാച്ചൻ വണ്ണമുള്ള ആൾ മെലിഞ്ഞ് ഒന്നും ഇല്ലാതായി. 1 മാസം കഴിഞ്ഞ് പിന്നെ 2 മാസം 2-3 മാസം കഴിഞ്ഞപ്പോൾ അവർ ഒന്നും ചെയ്തില്ല, കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ അവർ കണ്ടുപിടിച്ചില്ല. അവസാനം അവർ മരിക്കാൻ എഴുതി ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു കൊണ്ടുപോവുകയാണ് അച്ചാച്ചന്. അങ്ങനെ ആ സമയത്ത് ഞാൻ നേരത്തെ ചങ്ങനാശ്ശേരി വന്നു. കാരണം റെയിൽവേ സ്റ്റേഷനിൽ അച്ചാച്ചനെ പിക്കപ്പ് ചെയ്യാൻ. അന്നേരം നമ്മൾ ഈ ട്രെയിന് ചെങ്ങന്നൂർ നിൽക്കത്തില്ല. അങ്ങനെ ഞാൻ നേരത്തെ എൻ്റെ സിസ്റ്ററും അമ്മയും കൂടാണ് അച്ചാച്ചൻ്റെ കൂടെ വെല്ലൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് കൊണ്ടുവരുന്നത്. അച്ചാച്ചൻ എഴുന്നേക്കാൻ വയ്യ, ട്രെയിനകത്ത് അച്ചാച്ചനെ കൊണ്ടുവരികയാണ്. രാത്രി കാലം. അപ്പം ഇവിടെ മാലക്കര ആശുപത്രിയിൽ അച്ചാച്ചൻ വരുമ്പം ബ്ലഡ് കൊടുക്കാനൊക്കെ ആളിനെയൊക്കെ നിയന്ത്രിച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്, ഓരോരുത്തർ വരുമെന്നൊക്കെ. പക്ഷെ എന്ത് സംഭവിച്ചു? അച്ചാച്ചൻ ചങ്ങനാശ്ശേരി വന്നു, ഞങ്ങൾ ട്രെയിനെ നിന്ന് ഇറക്കിപ്പിച്ചു, ഉടനെ തന്നെ ആശുപത്രിയിൽ കൊണ്ടുവരണം. ഹി വാസ് നോട്ട് വെൽ, ഒട്ടും വയ്യായിരുന്നു. അവിടെ ചെന്നപ്പോൾ ആരുമില്ല രക്തം തരാനുള്ളവർ. അപ്പോൾ അമ്മയ്ക്ക് വലിയ സങ്കടമായി. അപ്പോൾ ഞാൻ പറഞ്ഞതിനെ വിഷമിക്കുന്നത്, ദൈവത്തിൻ്റെ എന്തോ ഉദ്ദേശമുണ്ട്, എന്ത് പറയാൻ. അപ്പോഴാണ് എൻ്റെ ഇളയ സിസ്റ്ററാണോ അമ്മയാണ് ആരോ ഒരാൾ ദർശനം കണ്ട് രാത്രിയിൽ യേശുക്രിസ്തു വന്നിട്ട് അച്ചാച്ചൻ്റെ പുക്കിളിൽ രക്തം വാർന്നു കൊടുക്കുന്നതായിട്ട്. ചുമ്മാതല്ല വേറെ രക്തം കൊടുപ്പിക്കാഞ്ഞത്, കർത്താവിൻ്റെ രക്തം കൊടുത്ത ലാസ്റ്റ് കാർഡ്. അതിൽ കൂടുതൽ ഒരു മെഡിസിനുമില്ല. അച്ഛൻ അവിടെ നിന്ന് സൗഖ്യമായി വേറെ 8 വർഷം കൂടെ പിന്നെയും ജീവിച്ചു. കാറ് പുതിയ വേറെ വാങ്ങിച്ച് ഓടിച്ച് ബിസിനസ് ചെയ്യുകയും ചെയ്തു. ഞാൻ മനസ്സിലാക്കുന്നത് എന്താ, ലാസ്റ്റ് ട്രംപ് കാർഡ് തന്നതാരാ? യേശു. എപ്പോഴാണ് നമ്മൾ ചോദിച്ചത്? വെല്ലൂർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഡോക്ടേഴ്സ് എല്ലാം നോക്കി, അറിയാവുന്ന മെഡിസിൻ എല്ലാം കൊടുത്തു, കാശെല്ലാം കൊടുത്തു, എല്ലാം ചിലവാക്കി കഴിഞ്ഞു. ഒന്നുമില്ല, ഇനിയും അവർ തള്ളിക്കളഞ്ഞു. ഇനി മരിക്കാൻ പോകാമെന്നും പറഞ്ഞ് തള്ളിക്കളഞ്ഞപ്പോൾ ലാസ്റ്റ് ട്രംപ് കാർഡ് വാസ് ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ രക്തം. പിന്നെ 8 വർഷം കൂടെ ചേച്ചൻ ജീവിക്കുക തന്നെ ചെയ്തു. അതാണ് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ രക്തത്തിനോട് കടപിടിക്കാൻ വേറെ ഒന്നുമില്ല. അത് ആദ്യം നമ്മൾ ഉപയോഗിക്കത്തില്ല, കാരണം നമ്മളുടെ ജഡം കൊണ്ടല്ല, ദൈവത്തിന് കഴിവില്ലാഞ്ഞിട്ടല്ല, നമ്മൾ ഉപയോഗിക്കില്ല. എല്ലാ രോഗികളോടും പറയുമ്പോഴും നമ്മൾ ഈ കുഞ്ഞാടിൻ്റെ രക്തം പോതെന്ന് അവർ നമ്മളെ നോക്കി ചിരിക്കും ഇപ്പം, കാരണം ദേ ഡോണ്ട് ബിലീവ് ഇറ്റ്. പക്ഷേ എല്ലാവരും തള്ളിക്കളയുമ്പോൾ എല്ലാവരും മെസ്സേജ് ഉണ്ട്, പ്രാർത്ഥിച്ചോ മരിക്കാൻ കിടക്കുകയാണെന്നും പറഞ്ഞു. അന്നേരം എല്ലാവർക്കും ഈ രക്തവും വേണം, പ്രാർത്ഥന ആവശ്യമുണ്ട്. എന്നാൽ പിന്നെ ആദ്യമേ ചോദിക്കും വിനയം. നമുക്ക് ആർക്കും വിനയമില്ല, നമുക്ക് ദൈവത്തോട് ടോട്ടൽ ഡിപ്പെൻഡൻസി ആവശ്യമുണ്ട്. കർത്താവ് പറയുന്നത് ദി അൾട്ടിമേറ്റ് ലാസ്റ്റ് ട്രംപ് കാർഡ് ഈസ് ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നിൻ്റെ വിശുദ്ധ രക്തത്തിൻ്റെ മുൻപിൽ വേറെ ഒന്നും മാച്ച് ചെയ്യത്തില്ല. ദ മാച്ച്ലെസ് പവർ ഓഫ് ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എന്നതായത് കർത്താവേ, ഞങ്ങളെ ആരെക്കുറിച്ച് എടുത്ത് പറയുന്നത് പോലും ഞങ്ങൾക്ക് മനസ്സിലാകാത്ത അത്രമാത്രം ഉന്നതമായ നിൻ്റെ ഈ ബലം, നിൻ്റെ ഈ രക്തത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി കഴിഞ്ഞാൽ കർത്താവേ, ഇത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് പോലെ തന്നെ ഞങ്ങളിൽ ഇത് പ്രവർത്തിച്ചിട്ട് ഇത് ഉപയോഗിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണം. ഞങ്ങളുടെ തലമുറകൾ ഈ വിശുദ്ധ രക്തത്തിൻ്റെ മഹത്വം അറിയണം. കുഞ്ഞാടിൻ്റെ രക്തം പിതാവിൻ്റെ രക്തം തന്നെയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടെ യോജിച്ച് നിന്ന് ജീവനെ പകർന്നു തന്നത് രക്തത്തിൽ കൂടെ തന്നെയാണ് കർത്താവ്. ആ രക്തത്തെയാണ് ഞങ്ങൾ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്.
ആ രക്തത്തിന് മുമ്പിൽ ഒരു ശക്തി നിൽക്കത്തില്ല. അവിടുന്ന് എഴുന്നള്ളി വന്ന് ഞങ്ങളെ ബലപ്പെടുത്തുന്നതിന് സ്തോത്രം. തലമുറയായിട്ട് ഈ ജീവനദി ഒഴുകട്ടെ അപ്പച്ച. ഇത് ചെല്ലാത്ത ഒരു സ്ഥലവും ഉണ്ടാകരുതേ അപ്പച്ച. ഞങ്ങളുടെ രഹസ്യവും പരസ്യവുമായ എല്ലാ ജീവിത പന്തികളിലും നിൻ്റെ ആത്മാവിൻ്റെ ഒരു പ്രകാശം ഉണ്ടായിരിക്കണം. വെളിച്ചം പകരണം. ജീവൻ്റെ വെളിച്ചമായിരിക്കണം ഞങ്ങൾ കർത്താവേ. നീ തണ്ടിന്മേൽ കർത്താവെ ഞങ്ങളെ ഒരു വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ തണ്ടിന്മേൽ ശോഭിക്കുന്ന വിളക്കുകളായിട്ട് ഇരിക്കണം കർത്താവെ. ഒരു മലമേലുള്ള കത്തി നിൽക്കുന്നതായ പട്ടണം ഒളിഞ്ഞിരിക്കാൻ സാധിക്കത്തില്ല കർത്താവെ. അങ്ങനെ നീ നിൻ്റെ വിശുദ്ധ രക്തം കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും മാടി വിളിച്ച് നിൻ്റെ മക്കളാക്കി മാറ്റിക്കഴിയുമ്പോൾ നിനക്ക് വേണ്ടി ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളുടെ തലമുറകളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തലമുറകളുടെ മേൽ ഈ ഐശ്വര്യം കടന്നു ചെല്ലട്ടെ കർത്താവെ. നിൻ്റെ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന് പറയുന്ന സത്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കട്ടെ അപ്പച്ച. ഞങ്ങളീ പറയുന്ന ഈ വചനം ജീവനും ആത്മാവുമാകിയാൽ ആത്മാവിന് ജീവനും ശക്തിയുമുണ്ടല്ലോ കർത്താവ്. ജീവനും ആത്മാവും പകരട്ടെ, തലമുറകളിലേക്ക് വരട്ടെ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ഒഴുകട്ടെ, ഞങ്ങളുടെ ഭർത്താക്കന്മാരിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയത്തിന്മേലും അത് സംഭവിക്കട്ടെ. അവിടുന്ന് ഒരു വലിയ വിടുതലയച്ചിരിക്കുന്നതിന് സ്തോത്രം. പ്രാർത്ഥനയുടെ ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.